വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമുക്ക് കുറേ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, നമ്മുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഇതാ ഒരു തോട്ടം നിർമ്മിക്കാൻ പോവാണ് നമ്മൾ. സ്കൂളിൽ തോട്ടം ഒരുക്കാനായിട്ട് ഇതാ കുറേ ഫ്രണ്ട്സ് ഒക്കെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ചെടികളുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചീരയുണ്ട്, ചേനയുണ്ട്, മുല്ല, ചെമ്പരത്തി, റോസ്, ചേമ്പ്, മരച്ചീനി, പയർ, മത്തൻ, കാച്ചിൽ അല്ലെ. കുറേ പച്ചക്കറികളും കുറേ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളും ഔഷധങ്ങളും ഒക്കെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, തരം തിരിച്ചെഴുതണം. നമുക്കറിയാം തോട്ടം തയ്യാറാക്കുമ്പോൾ ഇവരൊക്കെ എല്ലാത്തിനെയും വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അല്ലെ. എല്ലാത്തും കമ്പ് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പൊ ഓരോന്നും നടാൻ ഉപയോഗിക്കുന്ന ഭാഗം അല്ലെങ്കിൽ എങ്ങനെയാണ് അവയെ വളർത്തുന്നത് എന്ന് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിനെ തരം തിരിക്കാനായിട്ട് പോവാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ നോക്കിയേ, വിത്ത് നട്ടുണ്ടാവുന്നവയാണ്. ആരൊക്കെയാണ് വിത്ത് നട്ടുണ്ടാവുന്ന ആൾക്കാര്? ചീര, പയർ, മത്തൻ, ഇവരൊക്കെ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ചെടികൾ വളർത്തുന്നത് അല്ലെ. അടുത്ത നിങ്ങൾ നോക്കിയേ, കമ്പ് നട്ടുണ്ടാവുന്നത്. അപ്പൊ കമ്പ് നടുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആലോചിക്കുക, നല്ല പൂവൊക്കെ കാണുമ്പോൾ ചില സ്ഥലത്ത് പോയാൽ നമ്മൾ പറയും ഒരു കമ്പ് തരുമോ, അല്ലെങ്കിൽ റോസാ ചെടിയുടെ ഒരു കമ്പ് തരുമോ, ചെമ്പരത്തിയുടെ ഒരു കമ്പ് തരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പൊ ഇതവിടെ നോക്കിയോ, മുല്ല, റോസ്, ചെമ്പരത്തി, അതുപോലെ തന്നെ നമ്മുടെ മരച്ചീനിയും ഉണ്ട്. ഇതൊക്കെ കമ്പ് നട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളർത്തുന്നത് അല്ലെ. ഇനി ഫൈനലി കിഴങ്ങ് നട്ടുണ്ടാവുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ കമ്പൊന്നും നട്ടിട്ട് കാര്യമില്ല, കിഴങ്ങ് നടണം, അങ്ങനെയുള്ള ആൾക്കാരാണ് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ അല്ലെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ തരംതിരിക്കാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ചോദ്യം ഉണ്ട്. അതായത് ഇവിടെ കുറെ ചിത്രങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ചെടികൾ കാണുന്നുണ്ട് അല്ലെ. ചെമ്പരത്തിയാണ് ഒന്നാമത് നമ്മൾ കാണുന്ന ആള്, രണ്ടാമത്തെ നമ്മുടെ പയറാണ്, മൂന്നാമത്തത് നമ്മുടെ ചേമ്പാണ്. മിസ് വേണമെങ്കിൽ ഇവിടെ എഴുതാം, ഇത് നമ്മുടെ ചെമ്പരത്തി അല്ലെ. രണ്ടാമത് കാണുന്നത് നമ്മുടെ പയർ, മൂന്നാമത് കാണുന്നത് ചേമ്പാണ് അല്ലെ. കണ്ടിട്ട് അപ്പൊ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ ഏത് ഭാഗമാണ് നടാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് വരച്ചു ചേർക്കണം. അപ്പൊ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടതേ ഉള്ളൂ, കമ്പ് നട്ടിട്ടാണ് നമ്മൾ ചെമ്പരത്തിനെ വളർത്തുന്നത്. സോ ചെമ്പരത്തിനെ നമുക്ക് ഈ കമ്പിലേക്ക് വരച്ചു ചേർക്കാം അല്ലെ. പയർ നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ കണ്ടേ ഉള്ളൂ, അതിനെ നമ്മൾ വിത്ത് നട്ടും അല്ലെ. പയർ വിത്ത് മുളപ്പിക്കുന്ന പരീക്ഷണമൊക്കെ നിങ്ങളും ചെയ്യും ഇനിയുള്ള ക്ലാസ്സുകളിലായിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ വരച്ചു ചേർത്തു. ഇനി ഒരാളെ ബാക്കിയുള്ളൂ, അത് നമ്മുടെ ചേമ്പാണ്. ചേമ്പിനെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടും ഉണ്ട്. ഇവിടെ ബാക്കിയുള്ള ആളിലേക്ക് വരയ്ക്കുകയും ചെയ്യാം. അത് കിഴങ്ങ് നട്ടാണ് എന്ത് ചെയ്യുന്നത്, വളർത്തുന്നത് അല്ലെ. അപ്പൊ ഇത് കിഴങ്ങ് അല്ലെ, കിഴങ്ങ് നട്ട് വളർത്തുന്നത് ചേമ്പ്, കമ്പ് നട്ട് വളർത്തുന്നത് ഇവിടെ ചെമ്പരത്തിയാണ്, വിത്ത് നട്ട് വളർത്തുന്നത് ഇവിടെ ഏതാണ്, അത് നമ്മുടെ പയറാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള കുറേ പ്രവർത്തനങ്ങളൊക്കെ പയ്യെ പഠിച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ എക്സാമിലേക്കൊക്കെ പോകാനും അല്ലെ. നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ പഠിക്കുകയാണ്, വലിയ എക്സാം ഒന്നും അല്ല നമുക്കുള്ളത്. എന്നാലും കുട്ടി വീഡിയോസിലായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.